അപ്പോൾ അടുത്ത നമ്മുടെ LDC 2024 സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് തിരുവിതാംകൂറിൻ്റെ ചരിത്രം അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെ. അപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെ. അപ്പോൾ നമുക്ക് കേരളത്തിലെ രാജവംശങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ നമ്മൾ പോകുന്നത് ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ചാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രീ പത്മനാഭ ദാസൻ. അപ്പോൾ തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ശ്രീ പത്മനാഭ ദാസൻ. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം ഏതായിരുന്നു? വഞ്ചീശ മംഗളം. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ശ്രീ പത്മനാഭ സ്വാമിയാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി ആരാണ്? ശ്രീ പത്മനാഭ സ്വാമി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് ആ ഒരു ചടങ്ങിൻ്റെ പേരാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതത്തിൻ്റെ പേരാണ് പഞ്ചഗവ്യം. അപ്പോൾ ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാല് ചേർത്ത ഒരു മിശ്രിതത്തിനെ പറയുന്ന പേരെന്താണ്? പഞ്ചഗവ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച കുറച്ച് താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. ആ ഒരു ഗ്രന്ഥങ്ങളെ പറയുന്ന പേരാണെന്ത്? മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. അപ്പോൾ നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്ര എന്താണ്? ശംഖ്. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. അപ്പോൾ വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടതെന്നാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരെന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ അത് അറുമുഖം പിള്ളയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ ആരാണ്? അറുമുഖം പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് കേണൽ മൺട്രോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. നമ്മുടെ ശ്രീചിത്തിര തിരുനാളിൻ്റെ കാലത്തുണ്ടായിരുന്ന ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡൻറ്റ് ദിവാനായിരുന്നത് മൺട്രോയാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ അഹിന്ദുവായ ദിവാൻ മൺട്രോയും തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡൻറ്റ് ദിവാനായിരുന്ന വ്യക്തിയും മൺട്രോയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻ്റാണ് മെക്കാളെ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡൻ്റ് ആരാണ്? മെക്കാളയാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കര സുബ്ബയ്യ. അപ്പോൾ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാരാണ്? ശങ്കര സുബ്ബയ്യാണ്. അപ്പോൾ ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷമാണ് 1896. അപ്പോൾ ഈ ഒരു 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാരാണ്? ശങ്കര സുബ്ബയ്യ. അടുത്ത് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. അപ്പോൾ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാരാണ്? ടി രാമറാവു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. അത് കഴിഞ്ഞിട്ട് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയം അത് 1896 ആ സമയത്ത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ടി രാമറാവുവും 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച സമയത്ത് ശങ്കര സുബ്ബയ്യയുമാണ് തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്നത്. അപ്പോൾ നമ്മുടെ വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം ഏതാണ്? തിരുവിതാംകൂർ രാജവംശമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ സ്വന്തമായി നാണയമിറക്കുവാനുള്ള അധികാരമുണ്ടായിരുന്ന ഏക രാജ്യമാണ് തിരുവിതാംകൂർ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തന്നെ സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. അടുത്തായിട്ട് ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. തപാൽ സംവിധാനം നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അപ്പോൾ തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ ആദ്യമായി നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ നാട്ടുരാജ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ ആണ്.
അപ്പോൾ കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം ഏതാണ്? തിരുവിതാംകൂർ ആണ്. അപ്പോൾ നമ്മൾ ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ശ്രീപത്മനാഭ ദാസർ എന്നാണ്. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം. തിരുവിതാംകൂറിൻ്റെ പ്രധാന ആരാധനാമൂർത്തി എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീ പത്മനാഭ സ്വാമി. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. ഈ ഒരു ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പാഞ്ചഗവ്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. വേണാട് തിരുവിതാംകൂറായി രൂപം കൊണ്ടത് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്താണ്. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യ ദിവാനാണ് അറുമുഖം പിള്ള. തിരുവിതാംകൂറിൻ്റെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് മൺട്രോ. തിരുവിതാംകൂറിൻ്റെ ആദ്യ റെസിഡൻറ്റ് ദിവാനുമാരാണ്? മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻ്റാണ് മെക്കാളെ പ്രഭു. ഈഴവ മെമ്മോറിയൽ 1896 സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ശങ്കരസുബ്ബയ്യ. അത് കഴിഞ്ഞിട്ട് മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിച്ച സമയത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാമറാവു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നത് തിരുവിതാംകൂറിലാണ്. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശം തിരുവിതാംകൂറാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് സ്വന്തമായി നാണയമിറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടന്ന നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് പറഞ്ഞത് തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ നിലവിൽ വന്ന ആദ്യ നാട്ടുരാജ്യമാണേത്? തിരുവിതാംകൂർ. അപ്പോൾ ഇത്രയാണ് ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ച് നോക്കാൻ ഉള്ളത്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഈ ഒരു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൊട്ട് അങ്ങോട്ട് കുറേ രാജാക്കന്മാരാണ് നമ്മുടെ കേരളം ഭരിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നമ്മുടെ ഭരിച്ചത്. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് 1729 മുതൽ 1758 വരെ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷമാണ് 1706. അപ്പോൾ മാർത്താണ്ഡവർമ്മ ജനിച്ച വർഷമാണ് 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവാണ് കിളിമാനൂർ കോയി തമ്പുരാൻ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പിതാവാരാണ്? കിളിമാനൂർ കോയി തമ്പുരാൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനാണ് ആര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ ബിസ്മാർക്ക് എന്ന് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നു. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ അല്ലെങ്കിൽ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം കേരള ചരിത്രത്തിൽ ചോരയുടെയും ഇരുമ്പിൻ്റെയും നയമെന്ന് വിശേഷിക്കപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം 1750 ജനുവരി 3 നടത്തിയ തിരുവിതാംകൂർ രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറത്തമ്പൂരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവച്ച തിരുവിതാംകൂർ രാജാവാണ്
അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ വേണാട് ഉടമ്പടി 1723 നടന്നത്. അപ്പോൾ ഇത് ഒപ്പുവെച്ച ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ ഇളമുറത്തമ്പുരാൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യവുമായി ഒപ്പുവയ്ക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് ഇത് 1723 വേണാട് ഉടമ്പടി. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഹിരണ്യഗർഭം ചടങ്ങ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഡച്ചുകാരുടെ കേരളത്തിലെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അപ്പോൾ ഡച്ചുകാരുടെ കേരളത്തിലെ ഒരു നാശത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ ഒരു കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 ഈ ഒരു കുളച്ചൽ യുദ്ധം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഡച്ചുകാരുടെ കേരളത്തിലെ അധപതനത്തിന് കാരണമായ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ഈ ഒരു കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10 ഇത് നടത്തിയ രാജാവാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി എന്ന നേട്ടമാർക്കാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കാണ് ഉള്ളത്. കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂസർവേ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിത രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കിഴക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട ഇവ പണിത രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ കിഴക്കേക്കോട്ട പണിതു, പടിഞ്ഞാറേക്കോട്ട പണിതു. ഇത് രണ്ടും പണിത ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. നമ്മുടെ തിരുവിതാംകൂറിലെ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ രാജ്യത്തിൻ്റെ വിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായപ്രകാരം വേണാട്ടിൽ അധികാരത്തിൽ വന്ന ആദ്യ രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ഈ ഒരു പേര് പറയും, നമ്മുടെ ഈ ഒരു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ പേര് അല്ലെങ്കിൽ സ്വീകരിച്ച പേരാണ് ശ്രീ പത്മനാഭ വഞ്ചിബാല മാർത്താണ്ഡ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേരാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ സ്വീകരിച്ചത്. ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത രാജാവാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ഒരു ഉദയഗിരി കോട്ട പുതുക്കിപ്പണിത രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിൽ ഒരു സ്ഥിരം സൈന്യത്തെ ഏർപ്പെടുത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്നത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നമ്മൾ നേരത്തെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച കാര്യം പറഞ്ഞു. അതിൽ നെയ്യാറ്റിൻകരയിലെ ഇളമുറ തമ്പുരാൻ എന്ന പേരിലാണ് ഒപ്പുവെച്ചത്. അതുകൊണ്ട് തന്നെ നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മ പുറക്കാട് യുദ്ധം നടന്ന വർഷമാണ് 1746. അപ്പോൾ മാർത്താണ്ഡവർമ്മ പുറക്കാട് യുദ്ധം നയിച്ച അല്ലെങ്കിൽ നടന്ന വർഷം എന്നാണ് 1746. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1753. അപ്പോൾ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് 1753. അപ്പോൾ വേണാട് ഉടമ്പടി 1723. നമ്മുടെ മാവേലിക്കര ഉടമ്പടി 1753. മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമാണ് 1742. അപ്പോൾ മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിൽ മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷമെന്നാണ് 1742. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകളാണ് പൊന്മന അണ, പുത്തനണ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നിർമ്മിച്ച അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? പൊന്മന അണയും പുത്തൻ അണയും. മാർത്താണ്ഡവർമ്മയുടെ സമകാലികർ ആയിരുന്നത് രാമപുരത്തു വാര്യറും കുഞ്ചൻ നമ്പ്യാരും. അപ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ സമകാലികരായിരുന്ന വ്യക്തിയൊക്കെ ആരൊക്കെയാണ്? രാമപുരത്തു വാര്യറും കുഞ്ചൻ നമ്പ്യാരും. മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമാണ് നായർ ബ്രിഗേഡ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന നായർ സമുദായ സൈന്യമേതാണ്? നായർ ബ്രിഗേഡ്. ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ച വർഷമാണ് 1730. അപ്പോൾ ആറ്റിങ്ങലിനെ തിരുവിതാംകൂറുമായി ലയിപ്പിച്ച വർഷം എന്നാണ് 1730. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്നത് കൃഷ്ണ ശർമ്മ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാന കവിയായിരുന്ന വ്യക്തി ആരാണ്? കൃഷ്ണ ശർമ്മ. അമ്പലപ്പുഴ യുദ്ധം നടന്ന വർഷമാണ് 1754. അപ്പോൾ അമ്പലപ്പുഴ യുദ്ധം നടന്ന വർഷം എന്നാണ് 1754. കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുള്ള ആനന്ദേശ്വര യുദ്ധം നടന്ന വർഷമാണ് 1754. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുള്ള ആനന്ദേശ്വര യുദ്ധം നടന്ന വർഷം എന്നാണ് 1754. അപ്പോൾ നമ്മൾ കുളച്ചൽ യുദ്ധത്തിനെ കുറച്ച് ഡീപ്പായിട്ട് നോക്കേണ്ടതുണ്ട്. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് നേരത്തെ പറഞ്ഞു 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ നേരത്തെ പറഞ്ഞു ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അവർ നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത്. അത് നമ്മുടെ കുളച്ചൽ യുദ്ധത്തിലാണ്. ഈ ഒരു കുളച്ചൽ യുദ്ധം നടന്നത് 1741. ഈ ഒരു മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് ശേഷം അറിയപ്പെട്ട വ്യക്തിയാണ് ഡച്ച് സൈന്യാധിപനായ ഡിലനോയ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടയിലാണ്. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര രവിവർമ്മ. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ കുളച്ചൽ യുദ്ധം 1741 നടന്നു. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്ന് പറയുന്നത് ഡിലനോയ് ആണ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരിക്കോട്ടയിലാണ്. ഉദയഗിരിക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയാണ് വീര രവിവർമ്മ. കുളച്ചൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തൃപ്പടിദാനത്തെക്കുറിച്ച് പറഞ്ഞു. തൃപ്പടിദാനം 1750 നടന്നത്. മാർത്താണ്ഡവർമ്മ തൻ്റെ രാജ്യത്തെ ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച സംഭവമാണ് തൃപ്പടിദാനം. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3 തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെട്ടു. അപ്പോൾ ഒന്നാം തൃപ്പടിദാനം, 2 തൃപ്പടിദാനം നടന്നു. ഒന്നാം തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 ഒന്നാം തൃപ്പടിദാനം. അപ്പോൾ ഇതാണ് തൃപ്പടിദാനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ രണ്ടാം തൃപ്പടിദാനം ഉണ്ട്. രണ്ടാം തൃപ്പടിദാനം നടന്നത് 1766. അപ്പോൾ നമ്മൾ വരുന്ന ഇതിൽ പറയും, എന്നാലും ഇപ്പോൾ പറയാം. രണ്ടാം തൃപ്പടിദാനം നടത്തിയത് കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് രണ്ടാം തൃപ്പടിദാനം നടത്തിയത്. അത് 1766. അപ്പോൾ തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ച വ്യക്തിയാണ് ഉമാമഹേശ്വരി. അപ്പോൾ തൃപ്പടിദാനം എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്?
ഉമാ മഹേശ്വരിയാണ്. അപ്പോൾ തൃപ്പടിദാനം 1750 ആദ്യം നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, രണ്ടാമത് 1766 കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ നേരത്തെ മാവേലിക്കര ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1753. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ്. മാവേലിക്കര ഉടമ്പടി എന്നാണ് 1753 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. മാവേലിക്കര ഉടമ്പടിയെ തുടർന്ന് ഡച്ചുകാർ കുരുമുളകിന് പകരമായി യുദ്ധസാമഗ്രികൾ തിരുവിതാംകൂർ നൽകണമെന്നും തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും ധാരണയായി. അപ്പോൾ ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടിയാണ് 1753. അടുത്തായിട്ട് പറയുന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമായിരുന്നത് പത്മനാഭപുരം അല്ലെങ്കിൽ കൽക്കുളത്തായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനമായിരുന്നത് മാവേലിക്കരയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ വ്യാപാര തലസ്ഥാനം എവിടെയായിരുന്നു? മാവേലിക്കരയിലായിരുന്നു വ്യാപാര തലസ്ഥാനം. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണ തലസ്ഥാനമായിരുന്നത് പത്മനാഭപുരത്തെ കൽക്കുളമാണ്. അടുത്തതായിട്ട് മാർത്താണ്ഡവർമ്മയുടെ സർവ്വ സൈന്യാധിപരിൽ പ്രമുഖനായിരുന്നത് രാമയ്യൻ ദളവയായിരുന്നു. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സർവ്വ സൈന്യാധിപന്മാരിൽ പ്രമുഖരായിരുന്ന വ്യക്തിയാണ് രാമയ്യൻ ദളവ. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രിയാണ് മല്ലയ്യൻ ശങ്കരൻ. അപ്പോൾ വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രി ആരാണ്? മല്ലയ്യൻ ശങ്കരനാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വ സൈന്യാധിപനായിരുന്ന വ്യക്തി കുമാരസ്വാമി പിള്ളയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ്വ സൈന്യാധിപൻ ആയിരുന്ന വ്യക്തി ആരാണ്? കുമാരസ്വാമി പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആറുമുഖം പിള്ളയാണ്. അപ്പോൾ നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ ആ കുറച്ച് വർഷങ്ങളെ നോക്കാം. അപ്പോൾ 1723 നമ്മുടെ ഇംഗ്ലീഷുകാരുമായി വേണാട് ഉടമ്പടി മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചത്. 1723 വേണാട് ഉടമ്പടി. 1741 കുളച്ചൽ യുദ്ധം നടന്നത്. ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1746 പുറക്കാട് യുദ്ധം നടന്നത്. 1750 ഒന്നാം തൃപ്പടിദാനം നടന്നു. അപ്പോൾ 1754 അമ്പലപ്പുഴ യുദ്ധം നടന്നു. അല്ലെങ്കിൽ ആനന്ദേശ്വര യുദ്ധവും അമ്പലപ്പുഴ യുദ്ധം നടന്നതെന്നാണ് 1754. അത് കഴിഞ്ഞാൽ 1753 ഡച്ചുകാരുമായിട്ടുള്ള മാവേലിക്കര ഉടമ്പടി. അപ്പോൾ 1753 എന്തായിരുന്നു? ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി. വേണാട് ഉടമ്പടി 1723 മാവേലിക്കര ഉടമ്പടി 1753 ആയിരുന്നു. അടുത്ത മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളിൽ വരുന്ന കുറച്ച് പേരുകളാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റിനെ ചൗക്കകൾ എന്ന് പറഞ്ഞിരുന്നു. പോസ്റ്റൽ സമ്പ്രദായത്തെ അന്ന് അഞ്ചൽ എന്ന് പറഞ്ഞിരുന്നു. താലൂക്ക് ഓഫീസിനെ മണ്ഡപത്തും വാതുക്കൾ, തഹസീൽദാർമാരെ കാര്യക്കാരെന്നും വില്ലേജ് ഓഫീസറെ പകുതികളെന്നും വില്ലേജ് ഓഫീസറെ പർവ്വത്തിക്കാർ എന്നും പറഞ്ഞിരുന്നു. അന്നുണ്ടായിരുന്ന ധനമന്ത്രിമാരെ പറഞ്ഞിരുന്നതാണ് മുളകുമടി ശീലക്കാർ. അപ്പോൾ ഒന്നുകൂടി പറയാം. അന്ന് ബഡ്ജറ്റിനെ പറഞ്ഞിരുന്നതാണ് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റിനെ ചൗക്കകൾ എന്ന് പറഞ്ഞു. പോസ്റ്റൽ സമ്പ്രദായത്തെ അഞ്ചൽ എന്നാണ് പറഞ്ഞിരുന്നത്. പോസ്റ്റൽ ഓഫീസറെ, ഈ ഒരു പോസ്റ്റൽ കൊണ്ടുവരുന്ന ആളെ അഞ്ചലോട്ടക്കാരനെന്ന് പറഞ്ഞിരുന്നു. താലൂക്ക് ഓഫീസിനെ മണ്ഡപത്തും വാതുക്കലെന്നും തഹസിൽദാറെ കാര്യക്കാർ എന്നും വില്ലേജ് ഓഫീസിനെ പകുതികളെന്നും വില്ലേജ് ഓഫീസറെ പർവ്വതിക്കാർ എന്നും പറഞ്ഞു. ധനമന്ത്രിമാരെ അന്ന് പറഞ്ഞിരുന്ന പേരാണെന്നത് മുളകുമടി ശീലക്കാർ. അപ്പോൾ ഇതാണ് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അടുത്ത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് 1729 1758. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ധർമ്മരാജ അല്ലെങ്കിൽ കിളവൻ രാജ എന്ന് അറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ചാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടമാണ് 1758 മുതൽ 1798 വരെ. അപ്പോൾ 1758-98. അപ്പോൾ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടം എന്നാണ് 1758 മുതൽ 1798 വരെ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാണ്
കാർത്തിക തിരുനാൾ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ തിരുവിതാംകൂർ രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. നേരത്തെ പറഞ്ഞതാണ് ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ധർമ്മരാജ, കിഴവൻ രാജ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ നമ്മുടെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. നമ്മളെ തലസ്ഥാനം മുൻപ് പത്മനാഭപുരത്ത് ആയിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. നമ്മുടെ മാർത്താണ്ഡവർമ്മ തലസ്ഥാനം പത്മനാഭപുരത്തും അത് ആ ഒരു പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നെടുംകോട്ട പണിത രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ നമ്മുടെ മൈസൂർ പടയുടെ ആക്രമണം തടയുവാനായി മധ്യ കേരളത്തിൽ, അതായത് തൃശ്ശൂരിൽ നെടുംകോട്ട പണികഴിപ്പിച്ച രാജാവാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ നെടുംകോട്ട പണികഴിപ്പിച്ച രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? കാർത്തിക തിരുനാൾ രാമവർമ്മ. രാജസൂയം ആട്ടക്കഥ രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ രാജസൂയം ആട്ടക്കഥ രചിച്ചു. ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് എന്ന ബഹുമതിയുള്ള ആർക്കാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും മലബാർ ആക്രമണ സമയത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവും കാർത്തിക തിരുനാൾ രാമവർമ്മ ആയിരുന്നു. അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറുമായി നടന്ന ശുചീന്ദ്രം ഉടമ്പടി സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഉത്തര കേരളത്തിലെ രാജാക്കന്മാർക്ക് തിരുവിതാംകൂറിൽ അഭയം നൽകിയ രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഡച്ചുകാരിൽ നിന്നും കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലയ്ക്ക് വാങ്ങിയ തിരുവിതാംകൂർ രാജാവാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എന്ന കൃതി രചിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം എഴുതിയ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം അല്ലെങ്കിൽ 1000 കൽ മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സപ്തസ്വര മണ്ഡപം പണികഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരി ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച തിരുവിതാംകൂർ രാജാവാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഇതര മതാനുയായികൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിൻ്റെ കത്ത് ലഭിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസ്. അപ്പോൾ ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസും. അപ്പോൾ ധർമ്മരാജയുടെ സമകാലീനായിരുന്ന പ്രശസ്ത കവിയാണ് ഉണ്ണായി വാര്യർ. അപ്പോൾ ഉണ്ണായി വാര്യർ നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ അല്ലെങ്കിൽ ധർമ്മരാജയുടെ സമകാലികനായിരുന്ന കവി ആയിരുന്നു.
അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പറയാൻ ഉള്ളത്. അപ്പോൾ നമ്മുടെ ധർമ്മരാജയുടെ പ്രശസ്തരായ മന്ത്രിമാരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജ കേശവദാസ്. അപ്പോൾ ഈ ഒരു രാജ കേശവദാസിനെ കുറിച്ചും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെക്കുറിച്ചും നമുക്ക് നോക്കാം. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട് അവരെക്കുറിച്ച്. അപ്പോൾ നമുക്ക് രാജ കേശവദാസ് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെ നോക്കാം. അപ്പോൾ രാജ കേശവദാസ് ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് രാജ കേശവദാസ്. അപ്പോൾ ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ് ആര്? രാജ കേശവദാസ്. ഈ രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള. അപ്പോൾ രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേരെന്താണ്? കേശവപിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദിവാനാണ് രാജ കേശവദാസ്. അപ്പോൾ വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാൻ ആരാണ്? രാജ കേശവദാസാണ്. ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പിയാണ് രാജ കേശവദാസ്. അപ്പോൾ ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി ആരാണ്? രാജ കേശവദാസാണ്. തൃശ്ശൂരിൽ നെടുംകോട്ട പണിത ദിവാനാണ് രാജ കേശവദാസ്. അപ്പോൾ തൃശ്ശൂരിൽ നെടുംകോട്ട പണിത ദിവാനാരാണ്? രാജ കേശവദാസാണ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭുവാണ്. അപ്പോൾ കേശവദാസിന് രാജ എന്ന പദവി നൽകിയ വ്യക്തി ആരാണ്? മോണിങ്ടൺ പ്രഭുവാണ്. അപ്പോൾ നമ്മൾ രാജാ കേശവദാസിനെ കുറിച്ച് പറഞ്ഞത് ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ തിരുവിതാംകൂർ ദളവയാണ്. യഥാർത്ഥ പേര് കേശവപിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ദിവാനായിരുന്നു. ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പിയായിരുന്ന വ്യക്തിയാണ് രാജ കേശവദാസ്. തൃശ്ശൂരിൽ നെടുംകോട്ട പണിത ദിവാനാണ് രാജ കേശവദാസ്. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത് ആരാണ്? മോണിങ്ടൺ പ്രഭു. അടുത്തതായിട്ട് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. അപ്പോൾ വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. ധർമ്മരാജയുടെ ആദ്യ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അപ്പോൾ ധർമ്മരാജയുടെ ആദ്യ ദളവയാണ് ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അപ്പോൾ തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവച്ച ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അപ്പോൾ വർക്കല നഗരത്തിൻ്റെ ശില്പിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ധർമ്മരാജയുടെ ആദ്യ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച തിരുവിതാംകൂർ ദളവയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ദിവാനാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ട 2 വർഷങ്ങളാണ്. നമ്മുടെ കാർത്തിക തിരുനാൾ രാമവർമ്മ 2ാം തൃപ്പടിദാനം നടത്തി ആ വർഷമാണ് 1766. 1ാം തൃപ്പടിദാനം നടത്തിയ വർഷമാണ് 1750. അപ്പോൾ 1ാം തൃപ്പടിദാനം മാർത്താണ്ഡവർമ്മ നടത്തിയത് 1750. 2ാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാമവർമ്മ നടത്തി അത് 1766. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു കാർത്തിക തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ കാലഘട്ടം എന്ന് പറയുന്നത് 1798 1810. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടം എന്ന് തൊട്ട് എന്ന് വരെയാണ്? 1798 മുതൽ 1810 വരെയാണ്. അപ്പോൾ ഏറ്റവും ദുർബലനായ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അതിന് കാരണമെന്ന് പറയുന്നത് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. പിന്നെ പറയുന്നത് മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായി അധികാരമേറ്റ സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെ ഏറ്റവും ദുർബലനായ രാജാവ് എന്ന് അറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാരാണ്? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ.
അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. ഏറ്റവും ദുർബലനായ രാജാവ്, തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്തെ തിരുവിതാംകൂർ രാജാവ്, മെക്കാളെ പ്രഭു തിരുവിതാംകൂർ റെസിഡൻ്റായ സമയത്ത് തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാളായിരുന്നു. ബ്രിട്ടീഷുകാരുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടമാണ് 1798 1810. എന്നാൽ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്ന വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്ന വ്യക്തി ആരായിരുന്നു? വേലുത്തമ്പി ദളവ. അപ്പോൾ വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ് വേലുത്തമ്പി ദളവ ജനിച്ചത്. അപ്പോൾ 1765 കന്യാകുമാരിയിലെ കൽക്കുളത്ത് ആര് ജനിച്ചു? വേലുത്തമ്പി ദളവ ജനിച്ചു. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേരാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്താണ്? വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ്. വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേരാണ് തലക്കുളത്ത് വീട്. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേരെന്താണ്? തലക്കുളത്ത് വീട്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായി 1802 മുതൽ 1809 വരെയാണ് വേലുത്തമ്പി ദളവ ആ ഒരു പോസ്റ്റിൽ ഇരുന്നത്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവയായിരുന്ന പ്രശസ്തനായ വ്യക്തി ആരാണ്? വേലുത്തമ്പി ദളവ. എന്ന് മുതൽ എന്ന് വരെ? 1802 മുതൽ 1809 വരെ. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ ഭരണപരിഷ്കാരങ്ങളാണ്: കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചു. ആര്? വേലുത്തമ്പി ദളവ. സഞ്ചരിക്കുന്ന കോടതികൾ വേലുത്തമ്പി ദളവ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയത് വേലുത്തമ്പി ദളവയാണ്. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കിയതാരാണ്? വേലുത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷമാണ് 1809 ജനുവരി 11. അപ്പോൾ വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയതെന്നാണ് 1809 ജനുവരി 11. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്ത വർഷമാണ് 1809. അപ്പോൾ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്ത വർഷമാണ് 1809. അപ്പോൾ വേലുത്തമ്പി ദളവ 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടത്തി. അപ്പോൾ ആ ഒരു വർഷം തന്നെ 1809 തന്നെ പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വച്ചാണ് വേലുത്തമ്പി ദളവ ആത്മത്യാഗം ചെയ്തത്. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെ കാണാം? നമ്മുടെ വേലുത്തമ്പി ദളവയുടെ പ്രതിമ അവിടെ കാണാം. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡൽഹിയിലെ നാഷണൽ മ്യൂസിയത്തിലാണ്. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം. ഇപ്പോൾ അത് മാറി എന്നാണ് തോന്നുന്നത്. ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണി തമ്പി. അപ്പോൾ ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ആര്? ഉമ്മിണി തമ്പി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. വേലുത്തമ്പി ദളവ നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു. 1802 മുതൽ 1809 വരെയായിരുന്നു വേലുത്തമ്പി ദളവ ദിവാനായിരുന്നത്. 1765 കന്യാകുമാരിയിലെ കൽക്കുളത്താണ് ജനിച്ചത്. തലക്കുളത്ത് വീട് എന്നാണ് വേലുത്തമ്പി ദളവയുടെ തറവാടിൻ്റെ പേര്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമാണ് വേലായുധൻ ചെമ്പകരാമൻ തമ്പി. കൊല്ലത്ത് ഹജൂർ കച്ചേരി വേലുത്തമ്പി ദളവ സ്ഥാപിച്ചു. സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചു. വേമ്പനാട്ടുകായലിലെ പ്രസിദ്ധമായ പാതിരാമണൽ ദ്വീപ് കൃഷിയോഗ്യമാക്കി. അത് കഴിഞ്ഞിട്ട് വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11 പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് വേലുത്തമ്പി ദളവ ആ വർഷം തന്നെ 1809 എന്ത് ചെയ്തു? ആത്മത്യാഗം ചെയ്തു. വേലുത്തമ്പി ദളവയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ കണ്ണമ്മൂലയിൽ പ്രദർശിപ്പിച്ചു. വേലുത്തമ്പി ദളവ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ്. വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ദളവയ്ക്ക് ശേഷം ദിവാനായ വ്യക്തിയാണ് ഉമ്മിണി തമ്പി. അപ്പോൾ ഇതാണ് നമ്മുടെ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചും നമ്മുടെ പ്രശസ്തനായ വേലുത്തമ്പി ദളവ എന്ന് പറയുന്ന ദിവാനെക്കുറിച്ചും പറയാനുള്ളത്. അപ്പോൾ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടമാണ് 1798 1810. അടുത്ത് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ചാണ്. നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിലും ഇപ്പോൾ നമ്മുടെ PSCയിൽ ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ കൂടുതൽ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി, റാണി ഗൗരി പാർവതിബായി.
അപ്പോൾ അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി. ഈ ഒരു ടൈം പീരീഡിലാണ് നോക്കി പോകുന്നത്. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായി 1810-നും 1815-നും ആ ഒരു ടൈം പീരീഡിലാണ് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായി ഭരിച്ചിരുന്നത്. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടം 1810 1815. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായ വ്യക്തി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച വർഷമാണ് 1812 ഡിസംബർ 5. അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം റാണി ഗൗരി ലക്ഷ്മിബായി നിരോധിച്ചു. ഏത് വർഷം? 1812 ഡിസംബർ 5-ന്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡൻറ്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്തിട്ട് ആരെ റെസിഡൻ്റായിട്ട് നിയമിച്ചു? കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിബായി ഭരിച്ചത്. അപ്പോൾ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി. അപ്പോൾ ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ തിരുവിതാംകൂറിലെ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ തിരുവിതാംകൂറിലെ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിബായി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ആധുനിക തിരുവിതാംകൂർ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടമാണ് 1810 1815. ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചു റാണി ഗൗരി ലക്ഷ്മിബായി. 1812 ഡിസംബർ 5-നാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം റാണി ഗൗരി ലക്ഷ്മിബായി നിരോധിച്ചത്. ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് റെസിഡൻറ്റ് കേണൽ മൺറോയെ ദിവാനായി നിയമിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറച്ചുകാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി ഗൗരി ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായി ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചു. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. 1810 മുതൽ 1815 വരെ ചെറിയ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേണൽ മൺറോയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ കേണൽ മൺറോയെക്കുറിച്ച് പറയേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് കേണൽ മൺറോ. അപ്പോൾ ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായ വ്യക്തി ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺറോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനായ വ്യക്തിയാണ് ആര്? കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാനാണ് കേണൽ മൺറോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനും തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ ആയ വ്യക്തിയാണ് കേണൽ മൺറോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തിയാണ് കേണൽ മൺറോ. അപ്പോൾ ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തി ആരാണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺറോ. അപ്പോൾ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാരാണ്?
കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ, അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാൻ ആരാണ്? കേണൽ മൺട്രോ ആണ്. അപ്പോൾ ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ആരായിരിക്കും? നമ്മുടെ നോർമലി കേണൽ മൺട്രോ ആയിരിക്കും. കാര്യക്കാരൻ എന്ന പദവി തഹസീൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ. അപ്പോൾ കാര്യക്കാരൻ എന്ന പേര് മാറ്റിയിട്ട് എന്താക്കി? പദവി മാറ്റിയിട്ട് എന്താക്കി? തഹസീൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ ആരാണ്? കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത്, അപ്പോൾ തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ ആരാണ്? നമ്മുടെ കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാൻ. അടുത്ത് അപ്പോൾ നമുക്ക് കേണൽ മൺട്രോയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. നമ്മുടെ ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് ആര്? കേണൽ മൺട്രോ. അപ്പോൾ കേണൽ മൺട്രോ നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കീഴിലായിരുന്നു ദിവാനായത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ അപ്പോൾ ആരായിരിക്കും? നമ്മുടെ കേണൽ മൺട്രോ ആയിരിക്കും. അടുത്ത് ചട്ടവരിയോലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തിയാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് കേണൽ മൺട്രോ. ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണ സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് കേണൽ മൺട്രോ. കാര്യക്കാരൻ എന്ന പദവി മാറ്റി തഹസിൽദാർ എന്നാക്കി മാറ്റി ആര്? കേണൽ മൺട്രോ. അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ദിവാനാണ് കേണൽ മൺട്രോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേണൽ മൺട്രോയെക്കുറിച്ച് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റുകൾ. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായിയെക്കുറിച്ച് പറഞ്ഞു. അടുത്ത് നോക്കേണ്ടത് റാണി ഗൗരി പാർവതിഭായി. അപ്പോൾ റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടമാണ് 1815 മുതൽ 1829 വരെ. അപ്പോൾ റാണി ഗൗരി പാർവതിഭായിയുടെ കാലഘട്ടം എന്നാണ് 1815 മുതൽ 1829 വരെ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ്റ് ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. അപ്പോൾ പാർവതി ഭായ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയപ്പോൾ ആരാണ്? പാർവതി ഭായ് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആണ്. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് റാണി ഗൗരി പാർവതി ഭായ്. അപ്പോൾ 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വ്യക്തി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ 1817 നമ്മുടെ റാണി ഗൗരി പാർവതിഭായിയുടെ കാലത്ത് എന്ത് ചെയ്തു? വിദ്യാലയങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ഏറ്റെടുത്തു. ദേവസ്വം ഏറ്റെടുത്ത ആരുടെ കാലത്താണ്? നമ്മുടെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് ദേവസ്വം നമ്മുടെ സർക്കാർ ഏറ്റെടുത്തത്. അപ്പോൾ 1817 വിദ്യാലയങ്ങൾ എന്ത് ചെയ്തു? സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായ്. അപ്പോൾ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് റാണി ഗൗരി പാർവതി ഭായ്. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. അപ്പോൾ 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായ്. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി. നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വൈകുണ്ഠസ്വാമിയെക്കുറിച്ച് പറയും. ജോലി ചെയ്താൽ കൂലി കിട്ടണം, അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു. അപ്പോൾ സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് നമ്മുടെ റാണി ഗൗരി പാർവതി ഭായ്. കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. അപ്പോൾ കൊല്ലത്ത് തേവള്ളി കൊട്ടാരം നിർമ്മിച്ച സമയത്തെ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി പാർവതി ഭായ് ആണ്. ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയുവാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി. അപ്പോൾ നമ്മുടെ ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയുവാനുള്ള അവകാശം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതി ഭായ്. അടുത്ത് വേളി മുതൽ കഠിനംകുളം വരെയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? പാർവതി ഭായ്. നോർമലി പേര് വെച്ച് നമുക്കത് കിട്ടും. സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയാണ്
പാർവതിബായി. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയാണ് ആര്? റാണി ഗൗരി പാർവതിബായി. അടുത്ത്, സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അപ്പോൾ സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി. അപ്പോൾ നമുക്ക് ഈ ഒരു റാണി ഗൗരി പാർവതിബായിയെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടമാണ് 1815 മുതൽ 1829 വരെ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ മുഴുവൻ സമയ റീജൻ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി പാർവതിബായി. കാലഘട്ടം 1815 1829. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് പാർവതിബായി. 1816 ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് റാണി ഗൗരി പാർവതിബായിയാണ്. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. അപ്പോൾ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് പാർവതിബായി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. സർക്കാർ ജോലികളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്ന വ്യവസ്ഥ നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അപ്പോൾ റാണി ഗൗരി പാർവതിബായി ജാതി പദവി ഭേദമില്ലാതെ എല്ലാവർക്കും വീട് ഓടുമേയുവാനുള്ള അവകാശം നൽകി. അത് കഴിഞ്ഞിട്ട് വേളി മുതൽ കഠിനംകുളം വഴിയുള്ള ജലപാതയായിരുന്ന പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചതും നമ്മുടെ റാണി ഗൗരി പാർവതിബായിയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് സ്വർണത്തിലും വെള്ളിയിലും തീർത്ത ആഭരണങ്ങൾ ധരിക്കുവാനുള്ള അവകാശം നൽകിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. അത് കഴിഞ്ഞ് പറഞ്ഞത് സ്വർണത്തിലും വെള്ളിയിലുമുള്ള ആഭരണങ്ങൾ ധരിക്കുന്നതിനുള്ള അടിയറപ്പണമെന്ന സമ്പ്രദായം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ആര്? നമ്മുടെ റാണി ഗൗരി പാർവതിബായി. അപ്പോൾ റാണി ഗൗരി പാർവതിബായിയുടെ കാലഘട്ടമാണ് 1815 1829. അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1829 1846. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1829 1846. അപ്പോൾ സ്വാതി തിരുനാൾ ജനിച്ച വർഷമാണ് 1813. അപ്പോൾ സ്വാതി തിരുനാൾ ജനിച്ച വർഷം എന്നാണ് 1813. തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഗർഭശ്രീമാൻ എന്നും ദക്ഷിണാഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ ഗർഭശ്രീമാൻ എന്നും ദക്ഷിണഭോജൻ എന്നും അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാരാണ്? സ്വാതി തിരുനാൾ. യഥാർത്ഥ പേരാണ് രാമവർമ്മ. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേരെന്താണ്? രാമവർമ്മ. തിരുവനന്തപുരത്ത് രാജ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവനന്തപുരത്ത് രാജ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാരാണ്? സ്വാതി തിരുനാളാണ്. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് ആരംഭിച്ചതെന്നാണ് 1836. അത് ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ വാനനിരീക്ഷണ കേന്ദ്രം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ.
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരി. അപ്പോൾ ഹജൂർ കച്ചേരി ആദ്യം എവിടെയായിരുന്നു? കൊല്ലത്തായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ തിരുവനന്തപുരത്ത് കുറച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സ്വാതി തിരുനാൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ നമ്മുടെ സ്വാതി തിരുനാളാണ് പണി കഴിപ്പിച്ചത്. അപ്പോൾ തിരുവനന്തപുരത്തെ പ്രശസ്തമായ കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ് എന്നിവ നമ്മുടെ സ്വാതി തിരുനാളാണ് പണി കഴിപ്പിച്ചത്. സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്നത് കല്ലൻ സാഹിബാണ്. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് റെസിഡൻ്റായിരുന്ന വ്യക്തിയാരാണ്? കല്ലൻ സാഹിബാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ കാലത്തെ സുബ്ബാനന്ദ ദിവാനുമായിരുന്നു, ദിവാൻ കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. ഇരയിമ്മൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സദസ്സ്. അപ്പോൾ ഇരയിമ്മൻ തമ്പിയുടെ താരാട്ട് പാട്ടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇരയിമ്മൻ തമ്പി ആരുടെ സദസ്യനായിരുന്നു? സ്വാതി തിരുനാളിൻ്റെ സദസ്യനായിരുന്നു ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരായിരുന്നത് തഞ്ചാവൂർ നാൽവർ എന്ന് അറിയപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരാരാണ്? തഞ്ചാവൂർ നാൽവർ. 1846 സ്വാതി തിരുനാൾ നാട് നീങ്ങിയത്. അപ്പോൾ 1846 സ്വാതി തിരുനാൾ നാട് നീങ്ങിയത് അല്ലെങ്കിൽ മരിച്ചത്. സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണ പ്രബന്ധം. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണിത്: ഭക്തമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം, സ്യാനന്ദപുര വർണ്ണ പ്രബന്ധം. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അപ്പോൾ കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരാണ് ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. അപ്പോൾ നമ്മുടെ സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞന്മാരാണ് ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. അടുത്തതായിട്ട് 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്തിരുന്ന ഭരണാധികാരിയാണ് നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച വ്യക്തിയാണ് സ്വാതി. അപ്പോൾ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച വ്യക്തിയാരാണ്? സ്വാതി തിരുനാളാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച വർഷമാണ് 1836. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച രാജാവാണ് നമ്മുടെ സ്വാതി തിരുനാൾ. വർഷം 1836. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ഒന്നും കൂടെ നോക്കാം. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1829 1846 ആ ഒരു കാലഘട്ടമാണ്. സ്വാതി തിരുനാൾ ജനിച്ചത് 1813 തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. ഗർഭശ്രീമാനെന്നും ദക്ഷിണാഭോജനെന്നും നമ്മുടെ സ്വാതി തിരുനാൾ അറിയപ്പെട്ടു. യഥാർത്ഥ പേര് എന്ന് പറയുന്നത് രാമവർമ്മ എന്നാണ്. തിരുവനന്തപുരത്ത് രാജാ ഫ്രീ സ്കൂൾ ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ പ്രാകൃത ശിക്ഷാ സമ്പ്രദായമായിരുന്ന ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ 1834 ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. സംഗീതജ്ഞനിൽ രാജാവും രാജാക്കന്മാരിലെ സംഗീതജ്ഞനും എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് 1836 ആരംഭിച്ച രാജാവാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ വാനനിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്
നമ്മുടെ സ്വാതി തിരുനാളാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിച്ച ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. മോഹിനിയാട്ടത്തിന് പ്രോത്സാഹനം നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ സ്വാതി തിരുനാൾ. അപ്പോൾ നമ്മൾ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച തിരുവിതാംകൂറിൽ കുറച്ച് ഓരോ പ്രശസ്തമായ നമ്മുടെ കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, എൻജിനീയറിംഗ് വകുപ്പ്, ഗവൺമെൻറ് പ്രസ്, തിരുവനന്തപുരത്തെ മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, ഇതൊക്കെ നമ്മുടെ സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് സ്വാതി തിരുനാളിൻ്റെ സമയത്തെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്ന വ്യക്തിയാണ് കല്ലൻ സാഹിബ്. അപ്പോൾ ഈ ഒരു കല്ലൻ സാഹിബ് എന്ന് പറയുന്ന വ്യക്തി നിയമകാര്യങ്ങളിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സുബ്ബാനന്ദ ദിവാനും കണ്ടൻ മേനോൻ ദിവാൻ പേഷ്കാറുമായിരുന്നു. ഇരയിമൻ തമ്പി സ്വാതി തിരുനാളിൻ്റെ സഹസ്യനായിരുന്നു. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാരാണ് തഞ്ചാവൂർ നാൽവർ. അപ്പോൾ 1846 നമ്മുടെ സ്വാതി തിരുനാൾ നാട് നീങ്ങിയത്. സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികളാണ് ഭക്തമഞ്ജരി, ഉത്സവപ്രബന്ധം, പത്മനാഭശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഭക്തമഞ്ജരി, ഉത്സവപ്രബന്ധം, പത്മനാഭശതകം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. സദസ്സിലെ പ്രശസ്തരായ സംഗീതജ്ഞരാണ് ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യനായ വടിവേലു, ശിവാനന്ദൻ, പൊന്നയ്യ, ചിന്നയ്യ. പിന്നെ 18ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരിയാണ് നമ്മുടെ സ്വാതി തിരുനാൾ. മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചത് നമ്മുടെ സ്വാതി തിരുനാളാണ്. ലാസ്റ്റായിട്ട് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞത് തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് ആരംഭിച്ച വ്യക്തിയാണ് നമ്മുടെ സ്വാതി തിരുനാൾ. വർഷം 1836. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്വാതി തിരുനാളിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ അതിൽ ഉത്രം തിരുനാളിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇരയിമൻ തമ്പി, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് ഇരയിമൻ തമ്പി. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്ന വ്യക്തിയാണ് ഇരയിമൻ തമ്പി. അപ്പോൾ സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവിയായിരുന്ന വ്യക്തി ആരാണ്? ഇരയിമൻ തമ്പിയാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന ഗാനം രചിച്ച വ്യക്തിയാണ് ഇരയിമൻ തമ്പി. അപ്പോൾ ഓമനത്തിങ്കൾ കിടാവോ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ഗാനം രചിച്ച വ്യക്തിയാണ് ആര്? ഇരയിമൻ തമ്പി. അടുത്ത് ഉത്തരാസ്വയംവരം ആട്ടക്കഥ രചിച്ച വ്യക്തിയാണ് ഇരയിമൻ തമ്പി. അപ്പോൾ ഉത്തരാസ്വയംവരം ആട്ടക്കഥ രചിച്ച വ്യക്തി ആരാണ്? ഇരയിമൻ തമ്പിയാണ്. അടുത്ത് നോക്കാൻ പോകുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചാണ്. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ കാലഘട്ടം എന്ന് പറയുന്നത് 1846 1860. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം എന്നാണ് 1846 1860. ആ കാലഘട്ടത്തിലാണ് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത്. 1846 1860 അതാണ് കാലഘട്ടം. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ ഭരണകാലഘട്ടമാണ്. അപ്പോൾ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആരുടെ കാലഘട്ടമാണ്? ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമുക്ക് ചാന്നാർ ലഹളയെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നതാണ് ചാന്നാർ ലഹള. അപ്പോൾ ഈ ഒരു ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഈ ഒരു മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ വർഷമാണ് 1859. അപ്പോൾ കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം 1859 അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ വരുന്ന വീഡിയോസിൽ പറയുന്നതാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ 1857 തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1859. അപ്പോൾ 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്.
അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. അപ്പോൾ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ഏത് വർഷമാണ്? 1857 ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. അപ്പോൾ ഈ ഒരു ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1857. 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. അപ്പോൾ 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അയർലൻഡുകാരനായ ജെയിംസ് ഡാറയാണ് ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി തിരുവിതാംകൂറിൽ സ്ഥാപിച്ചത്. വർഷമാണെന്ന് 1859. അപ്പോൾ അയർലൻഡുകാരനായ ജെയിംസ് ഡാറയാണ് ഡാറാസ് മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി സ്ഥാപിച്ചത്. അത് 1859. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു PSC പരീക്ഷയുടെ ചോദ്യത്തിനുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ജെയിംസ് ഡാറയുടെ ദേശം എവിടെയാണെന്ന് ചോദിച്ചു. അയർലൻഡുകാരനാണ് ഈ ഒരു ജെയിംസ് ഡാറ. അപ്പോൾ ഇത്രയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നോക്കാനുള്ളത്. നമുക്കൊന്നും കൂടി നോക്കാം. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടമാണ് 1846 1860. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിൻ്റെ കാലഘട്ടമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നത് ഉത്രം തിരുനാളാണ്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വർഷമാണ് 1857. വരുന്ന വീഡിയോയിൽ നമ്മളത് നോക്കും. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ രാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമ്മൾ ചാന്നാർ ലഹളയെക്കുറിച്ച് വരുന്ന വീഡിയോയിൽ നോക്കും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു 1859 ജൂലൈ 26. അത് കഴിഞ്ഞ് 1859 തിരുവനന്തപുരത്ത് പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ ആരംഭിച്ച ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ. അടിമകളുടെ മക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഊഴിയം വേല നിർത്തലാക്കി നമ്മുടെ ഉത്രം തിരുനാൾ. 1859 അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ എന്ന കയർ ഫാക്ടറി സ്ഥാപിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നതും ഉത്രം തിരുനാളാണ്. അപ്പോൾ അയർലൻഡുകാരനായ ജെയിംസ് ഡാറാസ് മെയിൽ സ്ഥാപിച്ച വർഷമാണ് 1859. അത് കഴിഞ്ഞ് പറഞ്ഞത് ആലപ്പുഴയിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ ആലപ്പുഴയിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷമാണ് 1857. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറഞ്ഞത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ആര്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ അടുത്ത് നോക്കാൻ പോകുന്നത് ആയില്യം തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ ആയില്യം തിരുനാൾ രാമവർമ്മ കാലഘട്ടം എന്ന് പറയുന്നത് 1860 1880. അപ്പോൾ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടമാണ് 1860 1880. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ രാജാവാരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഇതിൽ നിന്ന് 3 ചോദ്യങ്ങളും ഉത്തരങ്ങളും കിട്ടും. ഒന്ന്, തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട, അതാണ് പണ്ടാരപ്പാട്ട വിളംബരം. ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1865.
അപ്പോൾ തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. 1865 പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ആയില്യം തിരുനാൾ മഹാരാജാവ്. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. ജന്മി കുടിയാൻ വിളംബരം നടത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തിയ രാജാവാണ് ആര്? ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്ന സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് നടന്നത് നമ്മുടെ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. 1875. സന്തിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ സന്തിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച വ്യക്തിയാണ് ആര്? ആയില്യം തിരുനാൾ രാമവർമ്മ. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ച വർഷമാണ് 1869. അപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് ആ ഒരു നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ച വർഷമാണ് 1869. ആ സമയത്ത് നമ്മുടെ ആയില്യം തിരുനാൾ രാമവർമ്മയായിരുന്നു രാജാവ് ആയിരുന്നത്. നിയമസഭാ മന്ദിരം പണികഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് ടി മാധവറാവു. അപ്പോൾ നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് ടി മാധവറാവു ആണ്. നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ. അപ്പോൾ നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? വില്യം ബാർട്ടൺ ആണ്. സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത വർഷമാണ് 1861. അപ്പോൾ സർക്കാർ തപാൽ വകുപ്പ് അല്ലെങ്കിൽ അന്ന് നമ്മുടെ അഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു. അഞ്ചൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത വർഷമാണെന്ന് 1861. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ലോ കോളേജ്, ഗവൺമെൻറ് ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ ആയില്യം തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത്. പിന്നെ അടുത്ത് പറയുന്നത് തിരുവനന്തപുരത്തെ മാനസികാശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവനന്തപുരത്തെ മാനസികാശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. അപ്പോൾ മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. അടുത്തായിട്ട് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യമെന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. അപ്പോൾ തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാരാണ്? ആയില്യം തിരുനാൾ രാമവർമ്മയാണ്. ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷമാണ് 1860. അപ്പോൾ ഹജൂർ കച്ചേരിയിൽ നിന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്വതന്ത്രമായി പ്രവർത്തനം ആരംഭിച്ച വർഷം എന്നാണ് 1860. അപ്പോൾ ഇത്രയാണ് ആയില്യം തിരുനാളിനെ കുറിച്ച് നോക്കാനുള്ളത്. അപ്പോൾ ഒന്നുകൂടി സ്പീഡായിട്ട് നോക്കാം. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1860, 1880. രോഗപ്രതിരോധത്തിനായി സർക്കാർ ജീവനക്കാർക്ക് വാക്സിനേഷൻ ഏർപ്പെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്ന പണ്ടാരപ്പാട്ട വിളംബരം 1865 പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ രാമവർമ്മ. വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും മഹാരാജ എന്ന പദവി നേടിയ തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തിയ രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃത സെൻസസ് 1875 നടന്ന സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ. സന്തിഷ്ടവാദി എന്ന പത്രം നിരോധിച്ച തിരുവിതാംകൂർ രാജാവാണ് ആയില്യം തിരുനാൾ. പുനലൂർ തൂക്കുപാലം, വർക്കല തുരങ്കം, ഗവൺമെൻറ് ആർട്സ് കോളേജ്, ലോ കോളേജ്, സയൻസ് കോളേജ്, ആലപ്പുഴ വിളക്കുമാടം എന്നിവ നിർമ്മിക്കപ്പെട്ടത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്തെ മാനസികാശുപത്രി, ജനറൽ ആശുപത്രി, പുത്തൻ കച്ചേരി എന്നിവ സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ രാജാവാണ്. 1874 നിയമവിദ്യാഭ്യാസം ആരംഭിച്ച രാജാവാണ് ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ചത് 1869 നിയമസഭാ മന്ദിരത്തിൻ്റെ ശില്പിയാണ് വില്യം ബാർട്ടൺ.
നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പണികഴിപ്പിച്ച തിരുവിതാംകൂർ ദിവാനാണ് ടി മാധവറാവു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് മലയാള നാടകത്തിന് തുടക്കം കുറിച്ചത് ആയില്യം തിരുനാളിൻ്റെ ശാകുന്തളം പരിഭാഷയോട് കൂടിയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പറഞ്ഞത് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ച സമയത്തെ രാജാവാണ് ആയില്യം തിരുനാൾ. സർക്കാർ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്ത വർഷമാണ് 1861. അപ്പോൾ ഇത്രയാണ് ആയില്യം തിരുനാളിനെ കുറിച്ച് നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്ത് നോക്കേണ്ടത് വിശാഖം തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1880 1885. അപ്പോൾ വിശാഖ തിരുനാളിൻ്റെ കാലഘട്ടം എന്നാണ് 1880 1885. മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ മരിച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീ വിശാഖം തിരുനാൾ. ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരിച്ചീനി ഇനമാണ് ശ്രീ വിശാഖം. അപ്പോൾ ശ്രീ വിശാഖം തിരുനാളിൻ്റെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത മരിച്ചീനി ഇനമാണ് ഇത് ശ്രീ വിശാഖ്. നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ് ശ്രീ വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ പോലീസ് വിഭാഗത്തെ പുനഃസംഘടിപ്പിച്ച രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ. ആ ഒരു സമയത്ത് മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എഴുതി തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ വിശാഖം തിരുനാളാണ്. ആ ഒരു പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 1924. അപ്പോൾ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്നാണ് 1885 1924. മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ എന്നിവ സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന വ്യക്തി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ അത് നോക്കേണ്ട 2 പോയിൻ്റാണ് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ വരുന്ന ഇതിൽ പഠിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മലയാളി മെമ്മോറിയലിൻ്റെ വർഷമാണ് 1891, ഈഴവ മെമ്മോറിയലിൻ്റെ വർഷമാണ് 1896. അപ്പോൾ ഈ ഒരു മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും സമർപ്പിക്കപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീമൂലം തിരുനാൾ. അടുത്തായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ആര്? ശ്രീമൂലം തിരുനാൾ. ഇത് ചെറിയ കൺഫ്യൂഷൻ വരും. ചില രാജാക്കന്മാർ ഇതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റാണി ഗൗരി പാർവതി ഭായ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റാണി ഗൗരി പാർവതി ഭായ് ആണെങ്കിൽ തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. നമ്മൾ ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് പറയുമ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ. അടുത്ത് റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തെ വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വത്തെ വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ. ആ വർഷമാണ് 1888 മാർച്ച് 30. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888 ആരംഭിച്ച രാജാവാരാണ്? ശ്രീമൂലം തിരുനാൾ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ശ്രീമൂലം പ്രജാസഭ.
ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷമാണ് 1904. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷമാണെന്ന് 1904. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയി മാറിയത് 1904. അപ്പോൾ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയതെന്നാണ് 1904. അടുത്ത് നോക്കേണ്ടത് 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ആ ഒരു ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ ശ്രീമൂലം തിരുനാൾ. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. അപ്പോൾ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് തയ്യാറാക്കിയ അല്ലെങ്കിൽ ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. നമ്മൾ നേരത്തെ ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാര്യം പറഞ്ഞു. എന്താണ്? നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീ വിശാഖം തിരുനാൾ. അപ്പോൾ നമ്മുടെ ശ്രീമൂലം തിരുനാളിൻ്റെ കാര്യം വരുമ്പോൾ കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് മൂലം തിരുനാൾ. അടുത്ത നമ്മുടെ മൂലം തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ച കുറച്ച് കാര്യങ്ങളാണ്. പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ എന്നിവ നമ്മുടെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് നിർമ്മിച്ചത്. അപ്പോൾ പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ. അപ്പോൾ VJT ഹാളിൻ്റെ പേര് മാറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മളെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചു ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത്. അപ്പോൾ പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. അപ്പോൾ കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ആരുടെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. നമ്മുടെ തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. ഈ കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവമ്മോറിലെ കൊടുത്തത്. അത് നമ്മൾ വരുന്ന വീഡിയോയിൽ നമുക്ക് കറക്റ്റായിട്ട് സിലബസ് പറയുമ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ ശ്രീമൂലം തിരുനാളിൽ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ ശ്രീമൂലം പ്രജാസഭ. നമ്മൾ 1904 ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയെക്കുറിച്ച് നമുക്ക് നോക്കാൻ ഉണ്ട്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷമാണ് 1904 ഒക്ടോബർ 1. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം എന്നാണ് 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ഓൾറെഡി ആരായിരിക്കും? ശ്രീമൂലം തിരുനാളായിരിക്കും. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്നാണ് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളാണ് 88 അംഗങ്ങൾ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളാണ് 88 അംഗങ്ങൾ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിലാണ്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്ന എവിടെയാണ്? VJT ഹാളിലാണ്. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് ആര്? അയ്യങ്കാളി. നമ്മുടെ VJT അല്ലെങ്കിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? അയ്യങ്കാളിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്നുകൂടി ശ്രീമൂലം പ്രജാസഭ പറയാം. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 ഒക്ടോബർ 1. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഓൾറെഡി ആരായിരിക്കും? ശ്രീമൂലം തിരുനാളാണ്. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1904 ഒക്ടോബർ 22. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളാണ് ടോട്ടലായിട്ട് 88 അംഗങ്ങൾ. ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ അല്ലെങ്കിൽ VJT ഹാൾ.
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ വി ജെ ടി ഹാൾ അല്ലെങ്കിൽ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൻ്റെ ഇപ്പോഴത്തെ പേര് അറിയപ്പെടുന്നത് അയ്യങ്കാളിയുടെ പേരിലാണ്. അപ്പോൾ നമുക്ക് ശ്രീമൂലം തിരുനാളിനെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. 1885 മുതൽ 1924 വരെയാണ് ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടമെന്ന് പറയുന്നത്. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896 ഇത് രണ്ടും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ്. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ നമ്മുടെ രാജാവായിരുന്നത് റാണി ഗൗരി പാർവതി ഭായിയാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി ഭായ്. റവന്യൂ വകുപ്പിൽ നിന്നും ദേവസ്വം വേർപെടുത്തിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഒപ്പുവെച്ച സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. 1896 തിരുവിതാംകൂറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച രാജാവാണ് ശ്രീമൂലം തിരുനാൾ. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ച വർഷമാണ് 1888. ശ്രീമൂലം പ്രജാസഭ ആരംഭിച്ച വർഷം 1904 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി ആയി മാറിയ വർഷമാണ് 1904. പൗരസമത്വവാദ പ്രക്ഷോഭം 1919 നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു? ശ്രീമൂലം തിരുനാളാണ്. കൃഷിക്കും ജലസേചനത്തിനും വേണ്ടി പ്രത്യേക വകുപ്പ് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ. എന്നാൽ നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ച തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീ വിശാഖം തിരുനാളാണ് നാഞ്ചിനാട്ടിലെ ജലസേചന പദ്ധതി വികസിപ്പിച്ചത്. അടുത്ത് നോക്കിയത് പുരാവസ്തു ഗവേഷണ വകുപ്പ്, ദുർഗുണ പരിഹാര പാഠശാല, തിരുവനന്തപുരം വനിതാ കോളേജ്, ആയുർവേദ കോളേജ്, സംസ്കൃത കോളേജ്, ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ, ഹസ്തലിഖിത ലൈബ്രറി, VJT ഹാൾ ഇപ്പോൾ നമ്മുടെ അയ്യങ്കാളിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ നിർമ്മാണം നടന്നത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ശ്രീമൂലം തിരുനാളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീമൂലം തിരുനാളാണ്. കഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. നമ്മുടെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടം എന്നാണ് 1885 1924. അടുത്ത് നോക്കേണ്ടത് റാണി സേതു ലക്ഷ്മിബായിയെ കുറിച്ചാണ്. അപ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടമാണ് 1924 1931. അപ്പോൾ റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടം എന്നാണ് 1924 1931. ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതിനാൽ റീജൻ്റായി ഭരണം നടത്തിയ വ്യക്തിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ശ്രീ ചിത്തിര തിരുനാളിന് പ്രായം തികയാത്തതുകൊണ്ട് റീജൻ്റായി ഭരണം നടത്തിയതാരാണ്? റാണി സേതു ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂറിൽ ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ തിരുവിതാംകൂറിൽ ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് ആര്? റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ പഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ തിരുവിതാംകൂറിലെ ഗ്രാമപഞ്ചായത്തുകൾ രൂപവത്കരിച്ച ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായിയാണ്. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായിക്കാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നിവേദനം സമർപ്പിച്ച ആരാണ്? റാണി സേതു ലക്ഷ്മിബായിയാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ തിരുവിതാംകൂറിൽ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതു ലക്ഷ്മിബായി. നമ്മൾ മരുമക്കത്തായെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആദ്യം പറഞ്ഞ മാർത്താണ്ഡവർമ്മ, അനിയൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വന്നത് മരുമക്കത്തായ സമ്പ്രദായം വഴിയാണ്. അപ്പോൾ നമ്മുടെ റാണി സേതു ലക്ഷ്മിബായി ഈ ഒരു മരുമക്കത്തായത്തെ മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്നു. അടുത്ത് പറയുന്നത് ദേവസ്വത്തിനു കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ
തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി സേതു ലക്ഷ്മിബായിയാണ്. അപ്പോൾ ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് റാണി സേതു ലക്ഷ്മിബായി. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയാണ് ആര്? റാണി സേതു ലക്ഷ്മി. അപ്പോൾ 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. റാണി സേതു ലക്ഷ്മിബായിയുടെ കാലഘട്ടം 1924 1931. ശ്രീചിത്ര തിരുനാളിന് പ്രായം തികയാത്തത് കൊണ്ട് റീജൻ്റായി ഭരണം നടത്തിയ വ്യക്തിയാണ് റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ദേവദാസി അല്ലെങ്കിൽ കുടിക്കാരി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപവൽക്കരിച്ച ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. വൈക്കം സത്യാഗ്രഹ നിവേദനം സമർപ്പിച്ചത് റാണി സേതു ലക്ഷ്മിബായിക്കാണ്. തിരുവിതാംകൂർ വർത്തമാന പത്ര നിയമം പാസാക്കിയ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. മരുമക്കത്തായം മാറ്റി മക്കത്തായ സമ്പ്രദായം കൊണ്ടുവന്ന തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി സേതു ലക്ഷ്മിബായി. ശുചീന്ദ്രം സത്യാഗ്രഹം, തൃപ്പാപ്പൂർ സത്യാഗ്രഹം എന്നിവ നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി സേതു ലക്ഷ്മിബായിയാണ്. 1929 തിരുവനന്തപുരം വൈദ്യുതീകരിച്ച സമയത്തെ ഭരണാധികാരിയായിരുന്ന വ്യക്തിയാണ് റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ ഇത്രയാണ് റാണി സേതു ലക്ഷ്മിബായിയെക്കുറിച്ച് നോക്കാനുള്ളത്. അടുത്ത് നോക്കേണ്ടത് ശ്രീചിത്ര തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ശ്രീചിത്ര തിരുനാളിനെ കുറിച്ചാണ്. അപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1931 1949. അപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലഘട്ടമാണ് 1931 1949. അപ്പോൾ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരിയാണ് ആര്? ശ്രീചിത്ര തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവും ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാവും ശ്രീചിത്ര തിരുനാളാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1936 നവംബർ 12. അപ്പോൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? നമ്മുടെ ശ്രീചിത്ര തിരുനാൾ. ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ വർഷമാണ് 1936 നവംബർ 12. പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ പോപ്പിനെ സന്ദർശിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഏത് വഴിയായിരിക്കും പോകേണ്ടത്? കടൽ വഴിയായിരിക്കും പോകേണ്ടത്. അപ്പോൾ കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവും പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവുമാണ് ആര്? ശ്രീചിത്ര തിരുനാൾ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായ സമയത്തെ തിരുവിതാംകൂർ രാജാവാരാണ്? ശ്രീചിത്ര തിരുനാളാണ്. അപ്പോൾ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറിയുടെ സ്ഥാപിതമായ വർഷം എന്നാണ്? 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതം ആയത്. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ആര്? ശ്രീചിത്ര തിരുനാൾ. തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖനാണ് നമ്മുടെ ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ തിരുകൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ അല്ലെങ്കിൽ ഗവർണറായ വ്യക്തിയാണ് ആര്? ശ്രീചിത്ര തിരുനാൾ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ നമ്മുടെ പുന്നപ്ര വയലാർ സമരകാലത്തെ നമ്മുടെ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ആര്? ശ്രീചിത്ര തിരുനാൾ. പുന്നപ്ര വയലാർ സമരം വയലാർ സമരം നടന്ന വർഷമാണ് 1946. അപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷമാണ് 1946. തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ തിരുവിതാംകൂറിലെ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് നമ്മുടെ ശ്രീചിത്ര തിരുനാൾ. അപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്ത് ആരംഭിച്ച കുറച്ച് സംഭവങ്ങളുണ്ട്. ഫാക്റ്റ്: തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക്,
തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് എന്നിവ നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. അപ്പോൾ ഫാക്റ്റ്: തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് ഇവയൊക്കെ നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ് വന്നത്. അടുത്ത് മുഹമ്മദ് ഹബീബുള്ളയായിരുന്നു ശ്രീചിത്ര തിരുനാളിൻ്റെ ദിവാനായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഹബീബുള്ള നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരേ ഒരു മുസ്ലിം ദിവാനായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹബീബുള്ള. അത് നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ ദിവാനായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹബീബുള്ള. അപ്പോൾ ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ഒരു ദിവാനാണ് CP രാമസ്വാമി അയ്യർ. നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ഈ CP രാമസ്വാമി അയ്യർ എങ്ങനെയൊക്കെ പ്രശസ്തനായി, നമ്മുടെ പുന്നപ്ര-വയലാർ സമരം അതേപോലെയുള്ള കുറച്ച് സമരങ്ങളിലൊക്കെ നമ്മുടെ അത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ CP രാമസ്വാമി അയ്യരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു CP രാമസ്വാമി അയ്യർ ഇത്ര പ്രശസ്തനായ വ്യക്തി ദിവാനായി മാറിയതെന്ന് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് അന്തരിച്ച വർഷമാണ് 1991. അപ്പോൾ ശ്രീചിത്ര തിരുനാൾ അന്തരിച്ച വർഷമാണ് 1991. അപ്പോൾ ശ്രീചിത്ര തിരുനാളിനെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. 1931, 1949 കാലഘട്ടത്തിലാണ് ശ്രീചിത്ര തിരുനാളിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. തിരുവിതാംകൂറിലെ അവസാന ഭരണാധികാരി, തിരുവിതാംകൂറിൻ്റെ വ്യവസായവൽക്കരണത്തിൻ്റെ പിതാവ്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ വർഷമാണ് 1936 നവംബർ 12 എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷമാണ് 1936 നവംബർ 12. കടൽ യാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ രാജാവ്, പോപ്പിനെ സന്ദർശിച്ച ആദ്യ തിരുവിതാംകൂർ രാജാവ്, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമായ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമാകുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായ വർഷമാണ് 1934. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ ആദ്യ രാജപ്രമുഖൻ അല്ലെങ്കിൽ ഗവർണറായ വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. വധശിക്ഷ നിർത്തലാക്കിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീചിത്ര തിരുനാൾ. പുന്നപ്ര-വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. പുന്നപ്ര-വയലാർ സമരം ആ ഒരു വർഷമാണ് 1946. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്ത് വന്ന കുറച്ച് സംഭവങ്ങളാണ് ഫാക്റ്റ്: തിരുവനന്തപുരം റേഡിയോ സ്റ്റേഷൻ, തിരുവനന്തപുരം വിമാനത്താവളം, തിരുവിതാംകൂർ സർവകലാശാല, തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ, തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഹോമിയോപ്പതി കോളേജ്, ശ്രീചിത്ര ആർട്ട് ഗാലറി, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, ഭൂപണയ ബാങ്ക്, തിരുവിതാംകൂർ റബ്ബർ വർക്ക്സ് ഇവ നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. അടുത്ത് പറഞ്ഞത് തിരുവിതാംകൂറിൽ പ്രായപൂർത്തി വോട്ടവകാശം ഏർപ്പെടുത്തിയ വ്യക്തിയാണ് ശ്രീചിത്ര തിരുനാൾ. ശ്രീചിത്ര തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്ന വ്യക്തിയാണ് CP രാമസ്വാമി അയ്യർ. മുഹമ്മദ് ഹബീബുള്ളയായിരുന്നു ശ്രീചിത്ര തിരുനാളിൻ്റെ ദിവാനായിരുന്ന വ്യക്തി. ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് കവടിയാർ കൊട്ടാരത്തിൽ വെച്ചാണ് അന്തരിച്ചത്. അന്തരിച്ച വർഷമാണ് 1991. അപ്പോൾ ഇത്രയാണ് ശ്രീചിത്ര തിരുനാളിനെക്കുറിച്ച് നോക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ഈ ഒരു നമ്മുടെ ശ്രീചിത്ര തിരുനാളിൻ്റെ ഇപ്പോൾ പറഞ്ഞ ഒരു ഇതിലുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസിൽ പറയുന്ന മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്ര തിരുനാൾ വരെയെന്ന് ആ ഒരു സിലബസിൽ പറയുന്ന എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത് കുറച്ച് റെയർ ഫാക്ട്സും അതേപോലെ തന്നെ ഇതിന് കുറച്ച് പുറത്ത് നിന്ന് വരാൻ ചാൻസുമുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വരൂപങ്ങളെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരുവിതാംകൂറിനെ ഒരു സ്വരൂപമെന്ന് പറയും, കോഴിക്കോടിനെ ഒരു സ്വരൂപമെന്ന് പറയും. അങ്ങനെ പല സ്വരൂപങ്ങൾ പണ്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂറിനെയാണ്. നെടിയിരുപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കോഴിക്കോടിനെയാണ്. ചിറവ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വേണാടിനെയാണ്. ഇളയിടത്ത് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊട്ടാരക്കരയാണ്. തരൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് പാലക്കാടിനെയാണ്. അരങ്ങോട്ട് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വള്ളുവനാടാണ്. താന്തർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് വെട്ടത്തുനാടാണ്. എളങ്ങല്ലൂർ സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ഇടപ്പള്ളിയാണ്. അപ്പോൾ തിരുവിതാംകൂറിനെ പണ്ട് കാലത്ത് പറഞ്ഞത് എന്താണ്? തൃപ്പാപ്പൂർ സ്വരൂപം, കോഴിക്കോടിനെ നെടിയിരിപ്പ് സ്വരൂപം, വേണാടിനെ ചിറവ സ്വരൂപം, കൊട്ടാരക്കരയെ ഇളയിടത്ത് സ്വരൂപം, പാലക്കാടിനെ തരൂർ സ്വരൂപം, വള്ളുവനാടിനെ അരങ്ങോട്ട് സ്വരൂപം, വെട്ടത്തുനാട്ടിനെ താന്തർ സ്വരൂപം, ഇടപ്പള്ളിയെ എളങ്ങല്ലൂർ സ്വരൂപം. അപ്പോൾ ഇത്രയാണ് സ്വരൂപങ്ങളെക്കുറിച്ച് പറയുന്നത്. അടുത്ത നമ്മുടെ കേരള സർവകലാശാല സ്ഥാപിതമായത് 1930. കേരളത്തിലെ ആദ്യ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല
സ്ഥാപിതമായ വർഷമാണ് 1937. അപ്പോൾ കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കേരള സർവകലാശാല. അപ്പോൾ തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായ വർഷമാണ് 1937. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് ആര്? നോർമലി ആരായിരിക്കും ലാസ്റ്റായിട്ട്? ശ്രീചിത്തിര തിരുനാളാണ് തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ ചാൻസലറായ വ്യക്തി. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തിയാണ് സർ CP രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത വർഷമാണ് 1957. അപ്പോൾ 1937 തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിതമായി. 1957 എന്തായി? തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്തു. 1937 വന്നു, 57 എന്ത് ചെയ്തു? കേരള സർവകലാശാല ആയി. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു സിലബസിൽ പറയുന്നത്.